നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ARMC. വിശ്വാസം വിലക്കുമ്പോൾ ശബരിമലയിൽ ആചാരപരമായി സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണത്തെ പിന്തുണച്ച് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അധിക സത്യവാങ്മൂലം നൽകും. മതപരമായി അല്ലാതെ സ്ത്രീകൾക്കുള്ള നിരോധനം സാധൂകരിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത് ഇന്നലെ. നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന ആചാരങ്ങളും വിശ്വാസികളുടെ താൽപര്യങ്ങളും സംരക്ഷിക്കുമെന്ന് ദേവസ്വം മന്ത്രി VS ശിവകുമാർ. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡുമായി ചർച്ച നടത്തിയ ശേഷം അന്തിമ തീരുമാനമെന്നും വിശദീകരണം. ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളുടെ പ്രവേശനം സംബന്ധിച്ച UDF നിലപാട് ഇതേ കേസിൽ 2008 ഇടതു സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം നിരാകരിച്ച് സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്നതിൽ തെറ്റില്ലെന്ന് വ്യക്തമാക്കിയായിരുന്നു അന്നത്തെ സത്യവാങ്മൂലം. അമരത്ത് തുഷാർ തന്നെ. വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ പാർട്ടിക്ക് മകൻ തുഷാർ നായകൻ. അധ്യക്ഷനായി തുഷാർ വെള്ളാപ്പള്ളിയെയും ഉപാധ്യക്ഷ പദവിയിൽ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടിനെയും തിരഞ്ഞെടുത്ത് BDJS കോർ കമ്മിറ്റി യോഗം ചേർത്തലയിൽ. SNDP യോഗത്തിന്റെ പാർട്ടി ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും വാലല്ലെന്ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം തുഷാർ നിലവിൽ ആരുമായും സഖ്യചർച്ചകൾ നടത്തിയിട്ടില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. താത്കാലിക ഭാരവാഹികളെ തിരഞ്ഞെടുത്ത യോഗത്തിൽ TV ബാബുവിനെയും സുഭാഷ് വാസുവിനെയും ജനറൽ സെക്രട്ടറിമാരാക്കാൻ തീരുമാനം. പാർട്ടിയിലേക്ക് 10 ലക്ഷം അംഗങ്ങളെ ചേർക്കുമെന്നും BDJS കോർ കമ്മിറ്റി. വിസ്താരവും വിമർശനവും. സോളാർ കേസിൽ ഈ മാസം 25-ന് മുഖ്യമന്ത്രിയെ വിസ്തരിക്കുമെന്ന് കമ്മീഷൻ. തിരുവനന്തപുരത്ത് നടക്കുന്ന വിസ്താരത്തിൽ ബിജു രാധാകൃഷ്ണന്റെ ആരോപണങ്ങളിൽ ഉമ്മൻചാണ്ടി വിശദീകരണം നൽകും. സോളാർ പാനൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടികളുടെ വെട്ടിപ്പ് നടത്തിയെന്ന കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ആരോപണം ഉയർന്നിരുന്നു. അതേസമയം പ്രതിപട്ടികയിലുള്ള സരിത S. നായർ ഇന്നും ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. വിവാദ കത്ത് ഹാജരാക്കില്ലെന്നും അത് രഹസ്യ സ്വഭാവമുള്ളതെന്നും സരിത. അന്വേഷണത്തിൽ സർക്കാരിന് കമ്മീഷന്റെ രൂക്ഷ വിമർശനം. തെളിവ് ശേഖരണത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കുന്നില്ല. കാര്യം ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ആളാണ് താനെന്ന് കരുതേണ്ട. സരിത ഹാജരാകാത്തതിന് പിന്നിൽ ബാഹ്യ സമ്മർദ്ദം. കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് സൗകര്യമൊരുക്കാനായില്ലെങ്കിൽ സർക്കാർ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നും ജസ്റ്റിസ് ശിവരാജൻ. ചർച്ചയിൽ അനിശ്ചിതത്വം. ഇന്ത്യയും പാകിസ്ഥാനും ഇസ്ലാമാബാദിൽ വെള്ളിയാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന നയതന്ത്ര ചർച്ചകളുടെ കാര്യത്തിൽ അനിശ്ചിതത്വം. പത്താൻകോട്ട് ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായി വിദേശകാര്യ സെക്രട്ടറി തല ചർച്ച വേണമോ എന്ന കാര്യത്തിൽ അന്തിമ നിലപാട് വ്യക്തമാക്കാതെ കേന്ദ്രം. പത്താൻകോട്ടെ വ്യോമസേനാ താവളം ആക്രമിച്ച സംഭവത്തിൽ പാകിസ്ഥാൻ നടത്തുന്ന അന്വേഷണങ്ങൾ ഇന്ത്യ അംഗീകരിക്കുന്നുണ്ടോ എന്നത് പ്രധാനം. ഭീകരരുടെ പാക് ബന്ധം വ്യക്തമാക്കി ഇന്ത്യ കൈമാറിയ തെളിവുകൾ അടിസ്ഥാനമാക്കിയാണ് സംയുക്ത സംഘത്തിന്റെ അന്വേഷണമെന്ന് പാകിസ്ഥാൻ. ചർച്ചയിൽ തീരുമാനമാകാതിരിക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി സുഷമ സ്വരാജിന്റെ കൂടിക്കാഴ്ച. പത്താൻകോട്ട് ആക്രമണം നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പാകിസ്ഥാൻ ഉറപ്പ് നൽകിയെന്ന് രാജ്നാഥ് സിംഗ്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 2440 രൂപ, പവൻ 19,520 രൂപ, വെള്ളി ഗ്രാമിന് 36.12 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.